ഈശോ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം രോഗികളായിട്ടുള്ള എല്ലാ വ്യക്തികളും കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ സ്വഭാവം സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു രോഗിയെ കണ്ടാൽ അവിടത്തേക്ക് സുഖപ്പെടുത്താതെ പോകുക സാധ്യമല്ല. ബെത്സൈദായിലെ കുളക്കടവിൽ കിടക്കുന്ന രോഗിയുടെ അടുത്തേക്ക് കർത്താവ് ചെല്ലുകയാണ്. അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയല്ല, ആരെങ്കിലും കർത്താവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുവരികയുമല്ല. ഈശോ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതാണ് ഒരു രോഗിയോടുള്ള സമീപനം. ശരീരത്തിന്റെ രോഗം മാത്രമല്ലല്ലോ രോഗം എന്ന് പറയുന്നത്. ആത്മാവിലും രോഗമുണ്ടാവാം, മനസ്സിനും രോഗമുണ്ടാവാം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഓരോ വ്യക്തിക്കും ആവശ്യമുള്ളതനുസരിച്ച് സൗഖ്യം നൽകുന്ന കർത്താവാണ് അവിടുന്ന്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം നോക്കുക. അവിടെ മുഴുവൻ കുറെ അത്ഭുതങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രോഗികളെ സുഖമാക്കുന്ന കർത്താവിന്റെ സ്നേഹം, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോ. കുഷ്ഠരോഗി അവന്റെ അടുത്ത് വന്ന് പറയുകയാണ്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അടുത്ത വചനം പറയുന്നു, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. കുഷ്ഠം മാറ്റിയതിന് ശേഷം ഈശോ തൊടുകയല്ല ചെയ്തത്. കുഷ്ഠരോഗി ആയിരിക്കെ തന്നെ അവനെ ഈശോ തൊടുന്നു. എന്നിട്ട് പറയുന്നു, മകനെ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ അവന് ശുദ്ധി കൈവന്നു. കുഷ്ഠരോഗം അവനെ വിട്ടുമാറി. കുഷ്ഠരോഗികളുടെ അവസ്ഥ നമുക്കറിയാം, എത്രയോ ഭീകരമാണ്. പലപ്പോഴും ചികിത്സ എടുക്കാതെ ഇരിക്കുന്ന കുഷ്ഠരോഗികളെ നിങ്ങൾ കണ്ടാൽ അതിന്റെ ഭീകരത മനസ്സിലാകും. ദുർഗന്ധം വമിക്കുന്ന ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ കുഷ്ഠരോഗിയെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് സുഖപ്പെടുത്തുകയാണ്. അങ്ങ് അകലെ നിന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, കുഷ്ഠരോഗി, നിനക്ക് സുഖം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും സംഭവിക്കും. പക്ഷെ ഈശോ ചെയ്തത് അവനെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു കുഷ്ഠരോഗിയുടെ മനസ്സെന്ന് പറയുന്നത് എത്രയോ വേദന നിറഞ്ഞ മനസ്സാണ്. സമൂഹത്തിൽ നിന്നും ആട്ടിപ്പായിക്കുന്ന അവസ്ഥ, മാറി നടക്കേണ്ട അവസ്ഥ, അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട അവസ്ഥ, അവനെ കാണുമ്പോൾ മറ്റുള്ളവർ ഓടി മറയുന്ന അവസ്ഥ, കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ. ഇതായിരുന്നു ഈശോയുടെ കാലത്തെ കുഷ്ഠരോഗികൾ. അവന്റെ അടുത്തു ചെന്ന് അവനെ തൊട്ട് സ്നേഹിക്കുകയാണ്. അവന് ആവശ്യം ശരീരത്തിന്റെ സൗഖ്യത്തെക്കാൾ അവന് ആവശ്യം ഒരു സ്പർശനമാണ്, ഒരു സ്നേഹമാണ്. അത് ഈശോ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹവും സ്പർശനവും ആവശ്യമുള്ളവർക്ക് ഈശോ അത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് സുഖം ഉണ്ടാകട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ. അപ്രകാരം സംഭവിക്കുന്നു. രണ്ടാമത്തെ ഒരു അത്ഭുതം കാണുന്നത് ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതാണ്. ശതാധിപൻ പറയുകയാണ്, കർത്താവെ, അവിടുന്ന് എന്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവിടുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, അത് സംഭവിക്കും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ പോകുന്നു, വരിക എന്ന് പറയുമ്പോൾ വരുന്നു. അതുകൊണ്ട് നീയും ഇതുപോലെ പറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ശതാധിപന്റെ ഭൃത്യനെ കർത്താവ് സുഖപ്പെടുത്തുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വാക്കുകൊണ്ടാണ്. നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഈശോ പിതാവിന്റെ അധികാരത്തിന് കീഴിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പിതാവ് ഈശോയിൽ വസിക്കുന്നു. യോഹന്നാൻ 14:10, പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അത് ബോധ്യമുണ്ടായിരുന്ന ഈ ശതാധിപൻ പറയുകയാണ്,
അവിടുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, അവിടുത്തെ അധികാരി പിതാവ് അത് അനുവദിച്ചു തരും. അവന്റെ വിശ്വാസം കണ്ടിട്ട് ഈശോ അത്ഭുതപ്പെട്ട് സുഖപ്പെടുത്തുകയാണ്. ഈ ശതാധിപൻ ചെല്ലുമ്പോൾ ഭൃത്യൻ സുഖപ്പെട്ട് കിടക്കുന്നു. അടുത്ത അത്ഭുതം നോക്കൂ പ്രിയപ്പെട്ടവരെ. പത്രോസിന്റെ ഭവനത്തിൽ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നു. ആ അമ്മായിയമ്മയുടെ കൈക്ക് പിടിക്കുന്നു. പനി അവളെ വിട്ടുമാർ. അവൾക്കൊരു സാന്ത്വനം ആവശ്യമാണ്. പ്രായം ചെന്ന അവൾക്കൊരു സാന്ത്വനം ആവശ്യമാണ്. അത് ഈശോ അടുത്ത് ചെന്ന് കൊടുക്കുന്നു. അകലെ നിന്ന് പറഞ്ഞാൽ മതി, ഈ അമ്മച്ചി സുഖപ്പെടട്ടെ, അങ്ങനെ സംഭവിക്കും. പക്ഷെ സാന്ത്വനം, പരിചരണം ആവശ്യമുള്ളവരുടെ അടുത്ത് ഈശോ ചെന്ന് അത് കൊടുക്കുന്നു. വീണ്ടും കാണാം, പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. വചനം അയച്ച് അവനെ സുഖപ്പെടുത്തുന്നു. പന്നികളിലേക്ക് ഈ പിശാച് കയറിയിട്ട് അതെല്ലാം കിഴക്കാൻ തൂക്കായ ഒരു പാറയിലൂടെ ചെന്ന് വെള്ളത്തിൽ വീണ് ചാകുകയാണ്. സമൂഹമെല്ലാം വന്നിട്ട് പറയുന്നു, നീ ഈ നഗരം വിട്ടു പോകണം, കാരണം ഞങ്ങളുടെ പന്നികളെല്ലാം ചത്തുപോയി. ഒരു പിശാച് ബാധിതൻ സുഖപ്പെട്ടതിനേക്കാൾ വലുതാണ്. സമൂഹം മുഴുവൻ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ പിശാച് ബാധിതൻ സുഖപ്പെട്ടതിനേക്കാൾ വലുതായിട്ട് അവർ അവരുടെ പന്നികളെ കരുതുന്നു. അങ്ങനെ ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ, സാന്ത്വനം ആവശ്യമുള്ളവർക്ക് ഇതാ ഈശോ ഇപ്പോൾ അടുത്ത് വരുന്നു. തൊട്ട് സുഖപ്പെടുത്തവന്റെ അടുത്ത് ഈശോ ഇതാ തൊട്ട് സുഖപ്പെടുത്തുവാനായിട്ട് വരുന്നു. വചനമയച്ച് സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവന്റെ അടുത്തേക്ക് ഇതാ ഈശോ വചനമായി കടന്നു വരുന്നു. ഈ സമയം സൗഖ്യദായകനാ. നിന്റെ ആവശ്യത്തിനനുസരിച്ച് നിന്റെ അടുത്തിരുന്ന് നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ കർത്താവിനെ ഈ സമയം കണ്ടുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലുമുള്ള രോഗങ്ങൾ എന്തുമാകട്ടെ അത് പറഞ്ഞ് അത്ഭുത സൗഖ്യം ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിത നിന്നെ ഈ ഞങ്ങൾ ആയുസ്സിൻ നാളുകളല്ല. ആരാധ്യനേ ആരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിത നിന്നെ ഈ ഞങ്ങൾ ആയുസ്സിൻ നാളുകളല്ല. എന്റെ രോഗക്കീടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ എന്റെ രോഗസംഹാരകനേ എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കീടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ എന്റെ രോഗസംഹാരകനേ എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിത നിന്നെ ഈ ഞങ്ങൾ ആയുസ്സിൻ നാളുകളല്ല.
പ്രത്യക്ഷ ദിനമതിൽ നിന്റെ വിശ്വസ്തദാസനായി നിന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. നിന്റെ പ്രത്യക്ഷ ദിനമതിൽ നിന്റെ വിശ്വസ്ത ദാസനായി നിന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്റെ സന്നിധി എത്തിയിടും ഞാൻ. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. വേദനയിൽ ആശ്വാസം നിന്റെ സാന്ത്വനം എന്നുമെന്നും എൻ്റെ രക്ഷകനാ യേശുവേ എൻ്റെ സങ്കേതം നീയല്ലയോ. എൻ്റെ വേദനയിൽ ആശ്വാസം നിന്റെ സാന്ത്വനം എന്നുമെന്നും എൻ്റെ രക്ഷകനാ യേശുവേ എൻ്റെ സങ്കേതം നീയല്ലയോ. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ ആരാധ്യനേ ആരിലും ഉന്നതനായവനേ ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. രണ്ട് കൊറിന്തോസ് 4-16 തിരുവചനം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയിലല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഇറ്റലിയിൽ 1919 ജനിച്ച ഒരു വ്യക്തിയാണ് ആൽഡോ ബ്ലണ്ടെ. ഇദ്ദേഹത്തെ 1958 കത്തോലിക്ക സഭ ദൈവദാസനും ധന്യനുമായി പ്രഖ്യാപിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ഈ ദൈവദാസന്റെ
പ്രത്യേകത. കേവലം 15 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ച ഒരു വിശുദ്ധാത്മാവാണ് ആൽഡോ പ്ലങ്കി. 1919 ഇറ്റലിയിൽ ജനിച്ചു. 5 വയസ്സായപ്പോൾ ഭയങ്കരമായ ശ്വാസകോശ അസുഖങ്ങൾ ആ കുഞ്ഞിനെ ബാധിച്ചു. TB, പ്ലൂറിസി, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അതിഗുരുതരമായി ആ കുഞ്ഞിൽ തുടർന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ഈ കുഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രത്യേകമായ ഒരു താല്പര്യം കാണിക്കുന്ന കുട്ടിയായി തീരുകയാണ്. എവിടെ നിന്നാണ് അവിടുന്ന് ഇവന് ഈ ചൈതന്യം കിട്ടിയതെന്ന് ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു പോയേക്കും. 5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ഇവനെ ശ്വാസം മുട്ടലും ഇതുപോലെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വന്നിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനിലും ഒക്കെ പോകുമ്പോൾ ഇവൻ രോഗത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇവൻ പറയുന്നത് എപ്പോഴും ദിവ്യ കാരുണ്യത്തിലെ ഈശോയെ കുറിച്ചാണ്, കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം, ഈശോയെ പോലെ കുരിശിലെ പീഡകൾ എൻ്റെ ശരീരത്തിൽ എനിക്കും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കും ഒരു പക്ഷേ അത്ഭുതം തോന്നും. ഇത് സത്യമാണോ? 5 വയസ്സുള്ള കുഞ്ഞിന് ഇങ്ങനെയൊക്കെ പറയുവാൻ പറ്റുമോ? പക്ഷെ അവന്റെ നാമകരണ നടപടി 1958 കത്തോലിക്ക സഭ വത്തിക്കാനിൽ ആരംഭിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. അവനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: കുരിശിലെ ഈശോയെ ആയിരുന്നു അവൻ എപ്പോഴും തന്റെ പീഡകളിൽ ദർശിച്ചു കൊണ്ടിരുന്നത്. ഇതിനെ തുടർന്ന് ഇവന് നാഡീ സംബന്ധമായൊരു രോഗമുണ്ടാകുകയാണ്. മസിലുകൾ വീർക്കുന്ന ഒരു രോഗം. ഡോക്ടർമാരുടെ ഭാഷയിൽ മസിൽ ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയും. മസിലുകളെല്ലാം വീർത്തു വീർത്തു വരിക, അതിന് ബലമില്ലാതെയാകുക. ശരീരം മുഴുവൻ മസില് അങ്ങ് വീർക്കുന്നു, വണ്ണം വെക്കുന്നു, പക്ഷേ ശക്തിയില്ല. ഇവൻ ഒരു കിടപ്പ് രോഗിയായി മാറുകയാണ്. കണ്ണിന് കാഴ്ച കുറയുകയാണ്. പലതരത്തിലുള്ള അസ്വസ്ഥതകളും നാഡീ സംബന്ധമായ രോഗത്തിന്റെ ഫലമായി ഉണ്ടായ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കാരണം കിടപ്പ് രോഗിയായി മാറുകയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മറുവശത്ത്. ഇവന്റെ അപ്പന് വലിയ സ്നേഹമുണ്ടായിരുന്നു ഇവനോട്. അപ്പൻ ഇവനെ പല സ്ഥലങ്ങളിൽ ചികിത്സിക്കുവാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് അപ്പ ഈ പണവും സമയവും എല്ലാം എനിക്ക് വേണ്ടി കളയുന്നത്? ഇതിനൊന്നും എന്നെ സുഖപ്പെടുത്തുക സാധ്യമല്ല. എനിക്ക് എൻ്റെ ഈശോയെ എത്രയും പെട്ടെന്ന് കാണണം. അതിനെന്തിനാണ് അപ്പൻ തടസ്സം നിൽക്കുന്നത്? അത്ഭുതം തോന്നും. ഒരു കുഞ്ഞു ചോദിക്കുകയാണ്, രോഗത്തിന് ചികിത്സയല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് പോയി എൻ്റെ കർത്താവിനെ കാണണം. പ്രിയപ്പെട്ടവരെ, അപ്പൻ നിരീശ്വരവാദിയായിരുന്നു. ഇവന്റെ ഈ ചൈതന്യത്തിന് കാരണം കുരിശിലെ ഈശോയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം മാനസാന്തരപ്പെടുകയാണ്. അദ്ദേഹം കുമ്പസാരം നടത്തുകയാണ്. അദ്ദേഹം ഒരു യഥാർത്ഥ കത്തോലിക്ക വിശ്വാസിയായി തീരുകയാണ്. പിന്നീട് അങ്ങോട്ട് പ്രാർത്ഥനകളുടെ ഒരു ജീവിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, 1934 കേവലം 15 വർഷം മാത്രം ജീവിച്ചുകൊണ്ട് ആ മകൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമാണ് ഈ കുഞ്ഞിന്റെ ജീവിതം. തന്റെ ജീവിതത്തിലെ സഹനങ്ങളെ മുഴുവൻ കർത്താവിന്റെ പീഡകളോട് ചേർത്ത് വെക്കുവാൻ അവന് സാധിച്ചു. 2 കൊറിന്തോസ് 4:16 അതാണ് പറയുന്നത്: ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തിപ്പെടുകയും നവീകരിക്കപ്പെടുകയുമാണ്. ഈ ക്ലേശങ്ങൾ നിസ്സാരമാണ്.
പക്ഷെ അതിന്റെ ഫലമോ അനുപമമായ മഹത്വമാണ്. ഈ ധന്യാത്മാവായ ആൽഡെ ബ്ലൻഡയെ പോലെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും കഷ്ടതകളും ഉണ്ടായെങ്കിൽ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് ഇതിലൂടെ വലിയൊരു മഹത്വം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഗാനത്തിൻ്റെ സമയത്ത് നമുക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കട്ടെ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്കാ. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്കാ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കാലം കഴിയും ഈ ലോകമഴിയും കാൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമാ. കാലം കഴിയും ലോകമഴിയും കാൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും.
ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്കായി. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരുക്കുന്നു നമുക്കായി. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ.